ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾക്കിടയിലും എല്ലാം ശരിയാകും, വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നൊരു ശക്തമായ തോന്നൽ ഉള്ളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളിൽ പലരും ഇത്തരം തോന്നലുകളെ വെറും ഒരു മനോവിചാരമായി കണ്ട് തള്ളിക്കളയാറാണ് പതിവ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് വെറും ഒരു തോന്നലല്ല. പ്രപഞ്ചം നിങ്ങളിലേക്ക് ഐശ്വര്യവും സമ്പത്തും എത്തിക്കുന്നതിനു മുമ്പ് നൽകുന്ന ചില വ്യക്തമായ സൂചനകളാവാം ഇത്. ആചാര്യ ചാണക്യൻ ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞാനിയും സാമ്പത്തിക വിദഗ്ധനും തൻ്റെ ചാണക്യനീതിയിൽ ഇത്തരം ചില ലക്ഷണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വലിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക നേട്ടത്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ചുറ്റുപാടിലും ചില മാറ്റങ്ങൾ പ്രകടമാകും. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ടു പോയാൽ വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ പോയാലോ, വരാനിരിക്കുന്ന വലിയ ഭാഗ്യം ചിലപ്പോൾ കൈവിട്ടു പോയേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം 7 സുപ്രധാന ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഒരേ ഒരു ലക്ഷണമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വിജയം അല്ലെങ്കിൽ പണം എന്നത് ഒരു ദിവസം കൊണ്ട് ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്ന ഒന്നാണെന്നാണ്. എന്നാൽ അതങ്ങനെയല്ല. അതൊരു പ്രക്രിയയാണ്. ഒരു വിത്ത് മണ്ണിൽ കിടന്നു മുളച്ച് വലുതാകുന്നതിന് മുമ്പ് മണ്ണിനടിയിൽ ചില മാറ്റങ്ങൾ നടക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ എനർജി ലെവലിൽ വലിയ മാറ്റങ്ങൾ വരും. ചാണക്യൻ പറയുന്നത്, ലക്ഷ്മി ദേവി ഒരാളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ ചില പ്രവൃത്തികളിലും പ്രത്യേക മാറ്റങ്ങൾ വരുമെന്നാണ്. ഇത് നിങ്ങൾ ബോധപൂർവം പ്ലാൻ ചെയ്യുന്നതാവില്ല. അറിയാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളിപ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലോ ജോലിയിലുള്ള തകർച്ചയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലോ ആയിരിക്കാം. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലം കഴിയാറായി. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന്. ഓരോന്നും ശ്രദ്ധിച്ചു കേൾക്കുക. ലക്ഷണം 1, ബ്രഹ്മമുഹൂർത്തത്തിലെ ഉണരൽ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒന്ന്. നിങ്ങൾക്ക് പെട്ടെന്ന് അലാറം ഒന്നും വെക്കാതെ തന്നെ രാവിലെ 3 മണിക്കും 5 മണിക്കും ഇടയിൽ ഉണരാറുണ്ടോ? പണ്ട് എഴുന്നേൽക്കാൻ മടിയായിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം അനുഭവപ്പെടുന്നുണ്ടോ? ചാണക്യനീതി പ്രകാരം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ തോന്നുന്നത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഈ സമയത്താണ് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലായിരിക്കുന്നത്. വലിയ വിജയങ്ങൾ നേടാൻ പോകുന്നവരുടെ മനസ്സിനെ പ്രകൃതി തന്നെ ഈ സമയത്ത് ഉണർത്തും. കാരണം വിജയിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ്. ഇത് നിങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ലക്ഷണം 2, അനാവശ്യ കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പണ്ടൊക്കെ കൂട്ടുകാരുമായി ചേർന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സിനിമ സീരിയൽ ഗോസിപ്പുകൾ ചർച്ച ചെയ്യാനോ നിങ്ങൾക്ക് വലിയ ഉത്സാഹമായിരുന്നിരിക്കും. എന്നാൽ ഇപ്പോൾ അത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ തോന്നുന്നുണ്ടോ? ഇതൊക്കെ വെറുതെ സമയം കളയുകയല്ലേ എന്ന് തോന്നി അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊരു ചെറിയ മാറ്റമല്ല, നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നതിന്റെ ലക്ഷണമാണിത്. വലിയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് വലിയ കാര്യങ്ങൾക്കായി പാകപ്പെടുകയാണ്. ചാണക്യൻ പറയുന്നു, വിഡ്ഢികളുടെ കൂടെ സമയം കളയാതെ ജ്ഞാനികളുടെ കൂടെ ഇരിക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നത്
വിജയത്തിന്റെ തൊട്ടടുത്തെത്തി എന്നതിന്റെ തെളിവാണ്. ഈ പറഞ്ഞ 2 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമോ അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നവരോട് താല്പര്യമില്ലായ്മയോ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ യെസ് എന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ലക്ഷണത്തിലേക്ക് പോകാം. ലക്ഷണം 3, കുടുംബത്തിലെ സമാധാനവും സന്തോഷവും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പലപ്പോഴും പണം വരുന്നതിന് മുമ്പ് വീട്ടിനുള്ളിലെ കലഹങ്ങൾ കുറയും. ചാണക്യൻ പറയുന്നത്, എവിടെയാണോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യവും സ്നേഹവും ഉള്ളത്, എവിടെയാണോ മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, അവിടെ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കുമെന്നാണ്. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം വരുന്നുണ്ടോ? ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ടിരുന്നവർ ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, ഐശ്വര്യം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. നെഗറ്റീവ് എനർജി ഉള്ളിടത്ത് പണം നിൽക്കില്ല. അതുകൊണ്ട് വീട് ശാന്തമാകുന്നത് വലിയൊരു സാമ്പത്തിക വളർച്ചയുടെ മുന്നോടിയാണ്. ലക്ഷണം 4, കണ്ണാടിയിലും സ്വപ്നങ്ങളിലും കാണുന്ന സൂചനകൾ. സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയുമായി വലിയ ബന്ധമുണ്ട്. ചാണക്യനീതിയിലും ജ്യോതിഷത്തിലും പറയുന്നതനുസരിച്ച് ചില പ്രത്യേക സ്വപ്നങ്ങൾ ധനലാഭത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നത്, അല്ലെങ്കിൽ ധാന്യങ്ങൾ കാണുന്നത്, വെള്ളം, താമരപ്പൂവ്, ആന എന്നിവയെ കാണുന്നത് ശുഭസൂചനയാണ്. ഇതുകൂടാതെ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പ്രത്യേകമായൊരു തെളിച്ചം കാണുന്നുണ്ടോ? ആത്മവിശ്വാസം വർദ്ധിച്ചതുപോലെ തോന്നുന്നുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യം നിറയുമ്പോൾ അത് മുഖത്തൊരു തേജസ്സായി പ്രകടമാകും. മറ്റുള്ളവർ നിങ്ങളോട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. നിങ്ങൾ വലിയൊരു വിജയത്തിലേക്ക് നടക്കുകയാണ്. ലക്ഷണം 5, അപ്രതീക്ഷിതമായ സഹായങ്ങൾ. നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് തീർത്തും അപ്രതീക്ഷിതമായി ആരെങ്കിലും വന്ന് സഹായിക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ പണമായിട്ടാവാം, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശമായിട്ടാവാം, അതുമല്ലെങ്കിൽ ഒരു പുതിയ അവസരമായിട്ടാവാം. ചാണക്യൻ പറയുന്നത്, ദൈവം നേരിട്ട് വന്ന് ആരെയും സഹായിക്കില്ല, മറിച്ച് മനുഷ്യരിലൂടെയാണ് സഹായം എത്തിക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് ചുറ്റും നല്ല മനുഷ്യർ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏതു കാര്യവും വിജയിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ പച്ചക്കൊടിയാണ് ഇത്. ലക്ഷണം 6, വിശപ്പിനും ദാഹത്തിനും വരുന്ന മാറ്റങ്ങൾ. ഇതൊരു ശാരീരിക ലക്ഷണമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുറവാണെങ്കിലും അത് ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതായി തോന്നുക. അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി കുറയുക, ഇതൊക്കെ മനസ്സ് തെളിയുന്നതിന്റെ ലക്ഷണമാണ്. മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് ബുദ്ധി തെളിയുന്നത്. ബുദ്ധി തെളിയുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകുന്നത്. ശരിയായ തീരുമാനങ്ങളാണ് നമ്മളെ സമ്പന്നരാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ പെട്ടെന്ന് ഒരു പോസിറ്റീവ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നതയിലേക്കുള്ള പാതയിലാണ്. ലക്ഷണം 7, ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള തോന്നൽ. കയ്യിൽ പണമില്ലെങ്കിൽ പോലും ഉള്ളത് പങ്കുവെക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ വിശപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ കഷ്ടപ്പാട് കാണുമ്പോൾ മനസ്സലിയുന്നുണ്ടോ? ചാണക്യൻ പറയുന്നത്, ദാനം ചെയ്യുന്ന കൈകളിലേക്ക് മാത്രമേ സമ്പത്ത് വീണ്ടും വരികയുള്ളൂ എന്നാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ്. വലിയൊരു പാത്രം നിറയ്ക്കണമെങ്കിൽ അതാദ്യം കാലിയാക്കണം. നിങ്ങളുടെ ഉള്ളിലെ പിശുക്കും സ്വാർത്ഥതയും മാറി സ്നേഹവും കരുണയും നിറയുമ്പോൾ അവിടെ പണം കുമിഞ്ഞുകൂടും. സുഹൃത്തുക്കളെ, ഈ ലക്ഷണങ്ങൾ കേവലം അന്ധവിശ്വാസമല്ല. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ മാറും. പ്രവൃത്തികൾ മാറുമ്പോൾ ഫലം മാറും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എനിക്ക് ഈ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ലല്ലോ,
അപ്പോൾ ഞാൻ വിജയിക്കില്ലേ? ഒരിക്കലുമില്ല. ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഇവയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക, ഗോസിപ്പുകൾ ഒഴിവാക്കുക, വീട്ടിൽ സമാധാനം ഉണ്ടാക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങൾ ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ലക്ഷ്മി ദേവിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ കഴിയില്ല. ചാണക്യൻ പറഞ്ഞതുപോലെ കഠിനാധ്വാനത്തോടൊപ്പം ബുദ്ധിയും ധർമ്മവും ചേരുമ്പോൾ ഒരു മനുഷ്യൻ രാജാവിനെ പോലെ ജീവിക്കും. നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ഭാവിയാണ്. ആ വലിയ വിജയത്തിനു വേണ്ടി തയ്യാറെടുക്കുക. വിശ്വസിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടി വരുന്നുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? അത് നിങ്ങളുടെ അനുഭവമായി താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. കൂടുതൽ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഒപ്പം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്.